ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ദ്രവ്യാസക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നത് സഹജമായ ഭാവമാണ്. ധനാർജനത്തിനായി പലവിധ മാർഗങ്ങളിലൂടെ നാം ശ്രമിക്കുന്നു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് നിലനിൽക്കുന്ന കാലത്തോളം സമ്പത്ത് ആർജിച്ചെടുക്കാനുള്ള മോഹം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നതും അസാധാരണമായ കാര്യമല്ല. രണ്ടു തരം ജീവനമാണ് പ്രധാനമായി നമുക്കുള്ളത്. ഒന്ന് പ്രധാന ജീവനമാണ്, രണ്ടാമത്തേത് ഉപജീവനമാണ്. ഈ ലോകത്തായിരിക്കുമ്പോൾ പ്രധാന ജീവനമാണോ ശ്രദ്ധാപൂർവം പരിഗണിക്കുന്നത്, അഥവാ ഉപജീവനമാണോ? ജീവിതം നേരിടുന്ന പ്രധാന പ്രതിസന്ധിയായി നമ്മുടെ മുൻപിലുള്ളത് ഉപജീവനമാണ്. വാസ്തവത്തിൽ നാം ശ്രദ്ധിക്കേണ്ടിയിരുന്നത് പ്രധാന ജീവനത്തെയാണെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് പറയുന്നു, വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 26-ാം തിരുവചനത്തിൽ, നിങ്ങൾ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. നിത്യതയുമായി ബന്ധപ്പെട്ട അധ്വാനമാണ് പരമപ്രധാനമെന്ന കാര്യം ലോകക്രമത്തിൽ നമ്മൾ മറന്നുപോകും. വിശപ്പ് മാറ്റിയിട്ട് വേണ്ടേ പ്രാർത്ഥിക്കാനിരിക്കാൻ എന്നത് സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഉപജീവനം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം നമുക്ക് തന്ന കഴിവുകളും അവസരവും ഉപയോഗിച്ച് ജീവിതത്തിനാവശ്യമായവ അധ്വാനിച്ച് നേടുക എന്നുള്ളത് മാനവ പുരോഗതിക്ക് ആവശ്യമാണെന്ന് ലത്തീൻ കുർബാനക്രമത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ലോകം ഇന്നത്തെ നിലയിലായത്. അധ്വാനിച്ച് കണ്ടെത്തി ജീവിതം നിലനിർത്താൻ ആവശ്യമായവ നേടി മുൻപോട്ട് പോകുന്ന മനുഷ്യവംശത്തിന്റെ ചരിത്രമാണ് ചരിത്രഗതി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. നശ്വരമായ ഈ ലോകത്ത് നിലനിൽക്കാനായുള്ള ഈ ശ്രമങ്ങൾ തുടരുമ്പോൾ അനശ്വരമായതിനെ കൈവിട്ടു പോകുന്നതാണ് അബദ്ധം. സമ്പത്താണ് ജീവിതത്തിന് നാഥനെന്ന്, എല്ലാറ്റിനും ഉപരിയായതെന്ന് നമ്മൾ ചിന്തിക്കുന്നു. വിശുദ്ധ മർക്കോസ് വിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 17 മുതലുള്ള തിരുവചനങ്ങളിൽ യുവാവായ ഒരുവൻ യേശുവിന് മുമ്പിൽ വന്ന് ചോദിക്കുന്നുണ്ട്, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് കൽപ്പനകളെ കുറിച്ച് ചോദിക്കുന്നു, കൽപ്പനകൾ പാലിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നു. എല്ലാം കൃത്യമായി പാലിക്കുന്നുണ്ട് എന്നാണ് അവൻ പറയുക. ബാല്യകാലം മുതൽ ഇവയെല്ലാം ഞാൻ അഭ്യസിക്കുന്നുണ്ട്. യേശു അവനോട് പറയുന്നത്, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. കൽപ്പനകളൊക്കെ പാലിക്കുമ്പോഴും പിടിപിടാതെ വെച്ചിട്ടുള്ളത് സമ്പത്താണ്. പരമാശ്രയത്വം സമ്പത്തിലാണ്. ജീവിതത്തിന്റെ കേന്ദ്രാശയമായി നിൽക്കുന്ന സമ്പത്താണ്. അതുകൊണ്ട് അവൻ വളരെയധികം വൈഷമ്യത്തോടെ തിരികെ പോവാണ്. 10:23 ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം. കാരണം എന്താണ്? അവന് ഈ ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യാൻ സാധ്യമല്ല. ഹൃദയസ്ഥാനത്ത് സമ്പത്തിനെ വെച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് മാനുഷിക ബന്ധങ്ങളിലോ ദൈവവുമായുള്ള ബന്ധത്തിലോ പുരോഗമിക്കാൻ സാധ്യമല്ല. ആർജിതമായ സമ്പത്ത് പാപകരമായ ഒന്നാണെന്നല്ല അതിനർത്ഥം. നമ്മുടെ ഹൃദയം വെച്ചിട്ടുള്ളത്, നിക്ഷേപം വെച്ചിട്ടുള്ളത് ഈ സമ്പത്തിലാണ്. സമ്പത്താണ് പരമപ്രധാനമെന്നും ജീവിതത്തിന്റെ മൂല്യം സമ്പത്തിലാണെന്നും കരുതുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ദൈവത്തിലേക്ക് ചരിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുക എന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായി ഈശോ പറയുന്നുണ്ട്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നതിനർത്ഥം സമ്പത്ത് ആർജിക്കുമ്പോഴും സമ്പത്തിനെ ജീവിതത്തിലെ കേന്ദ്രാശയമായി കണ്ട് ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ വിപത്ത് ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു കെണിയിൽ വന്നു വീഴും. സമ്പത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ജീവിത പ്രതിസന്ധി ജീവിതത്തിന് മുമ്പിൽ വരും. അപ്പൊ സമ്പത്ത് കൈവിടും. ഈശോ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഉപമ പറയുക. സൂചിക്കുഴ എന്നാൽ നമ്മൾ തയ്ക്കുന്ന സൂചിയുടെ കുഴയല്ല. സാധാരണ ഒരു നൂല് തന്നെ കയറ്റാൻ പ്രയാസമുള്ള ഈ കുഴയിലൂടെ കടക്കുന്നത് പോലെ പ്രയാസകരം എന്നാണ് നമ്മൾ സാമാന്യമായി ഗ്രഹിക്കുക. വാസ്തവത്തിൽ അത് ജെറുസലേമിലെ ഒരു കവാടമാണ്. സൂചിക്കുഴ എന്ന കവാടം ഇടുങ്ങിയൊരു കവാടമാണ്. ആ കവാടത്തിലൂടെ ഒട്ടകത്തിന് കടന്നു പോകണമെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ഭാണ്ഡങ്ങൾ അഴിച്ചു മാറ്റണം. ആ ഭാണ്ഡവും വെച്ചുകൊണ്ട് അതിനതിലൂടെ പോകാൻ കഴിയില്ല. അങ്ങനെ ഭാണ്ഡം അഴിക്കേണ്ട ഒരു സ്ഥിതി വരും, ഭാണ്ഡങ്ങൾ ഇറക്കേണ്ട ഒരു സ്ഥിതി വരും. സമ്പത്തിന്റെ മൂല്യമില്ലായ്മ അല്ലെങ്കിൽ സമ്പത്തിന്റെ ശക്തിയില്ലായ്മ തിരിച്ചറിയുന്ന അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. ഒന്നും പ്രയോജനപ്പെടാത്തൊരു നിമിഷം നമ്മുടെ കയ്യിലേക്ക് വരും. അത് ശാപമായിട്ടോ ശിക്ഷയായിട്ടോ ഒന്നുമല്ല. നാം കരുതി വെക്കുന്നവ നമുക്ക് ഉപകാരപ്പെടാതെ പോകുന്നതിന്റെ അനുഭവം ജീവിതത്തിലുടനീളം നമ്മളെല്ലാവരും അനുഭവിക്കുന്നവരാണ്. അറിവ് പ്രയോഗിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്, അറിവ് കൊണ്ട് നേടാനാവാത്ത കാര്യങ്ങൾ, സമ്പത്ത് കൊണ്ട് നേടാനാവാത്ത കാര്യങ്ങൾ. മനുഷ്യാർജിതമായതൊന്നുകൊണ്ടും
പരിഹരിക്കാനാവാത്ത വിധം ജീവിതം പ്രതിസന്ധി നിറഞ്ഞതാണ്. ജീവിതത്തിലെ ക്ലേശങ്ങൾ പല വഴിക്കാണ്. സമ്പത്ത് നേടിയാൽ എല്ലാമായി എന്ന് കരുതുന്നവർ ഒരു സമയത്ത് തിരിച്ചറിയുന്നത് സമ്പത്ത് ഗുണകരമല്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് നാം തിരിച്ചറിയണം, അവിടെ സമ്പത്ത് കേന്ദ്രീകൃതമാകുന്ന ഭാവമാണ് പ്രശ്നം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്നു പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് മിസ്റ്റർ ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം 34-ാം തിരുവചനം പറയുന്നത് ഈ അർത്ഥത്തിലാണ്. ഒരു കെണി പോലെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ വന്ന് പതിക്കും. ഭൂമുഖത്തുള്ള സകലരുടെ മേലും അത് വന്ന് പതിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തിരിച്ചറിവുണ്ടാകണമെന്നാണ് പരമാർത്ഥം. സമ്പത്ത് ഈ ഭൂമിയിൽ നമുക്ക് ആർജിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്, ഉപജീവനവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 6-ാം തിരുവചനം പറയുന്നത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു അനുഗ്രഹമാണ്. നമ്മുടെ കയ്യിലില്ലാത്തതെല്ലാം ആർജിച്ചെടുത്തിട്ട് എന്തിനെന്ന് ഉത്തരമില്ലാത്തവയ്ക്ക് വേണ്ടി പരക്കം പായാനാണ് നമ്മൾ ശ്രമിക്കുക. എന്തിനാണ്? ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ഇതുണ്ടായിട്ട് എന്താണ്? ഇതുകൊണ്ട് എന്താണ് നേടാൻ പോകുന്നത് എന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ, ഒരു ദൈവിക ചിന്ത ഇല്ലെങ്കിൽ പോലും സാമാന്യ യുക്തിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഇത് പ്രയോജനരഹിതമായി പോകും. സമ്പത്ത് ആർജിച്ച്, സമ്പത്ത് കരുതി വെച്ച്, അങ്ങനെ കരുതി വെച്ചിട്ട് എന്താണ് അവസാനം അതുകൊണ്ട് നേടാൻ കഴിയുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് നിത്യജീവിതത്തിന്റെ ഉപജീവനത്തിന് വേണ്ടി തന്ന കാര്യം നിത്യജീവനാകുന്ന പരമനന്മയ്ക്കെതിരായി പോകുന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് സമ്പത്ത് ആർജിക്കുന്നതോ സമ്പത്തോ അല്ല പ്രശ്നമായിട്ടുള്ളത്, സമ്പത്തിന്റെ മേൽ വയ്ക്കുന്ന മനോഭാവമാണ്. സമ്പത്ത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. സാമാന്യത നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. നമ്മുടെ അധ്വാനവും കഷ്ടപ്പാടും അതിന്റെ കൂടെ ഉണ്ട്. പക്ഷേ ആ കഷ്ടപ്പാടും അധ്വാനവും ഫലവത്തായിത്തീരുന്നതും ആ അധ്വാനത്തിനും കഴിവിനും പിറകിലുള്ളതും ദൈവമാണ് എന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഈ ഭൂമിയിൽ ഉള്ളവയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റൂ, ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ കൈവശമുള്ളത്, നമ്മുടെ കഴിവ്, നമ്മുടെ ചുറ്റുപാടുള്ളത്, ഭൂമിയിലുള്ളത്, പ്രാപഞ്ചികമായവയിൽ നിന്ന് മാത്രമേ നമുക്കൊരു ഉൽപാദനം നടത്താൻ പറ്റൂ. ഏത് ഉൽപാദന ബന്ധത്തെ പരിശോധിച്ചാലും നമുക്കത് കാണാൻ പറ്റും. മനുഷ്യശക്തി ഉപയോഗിച്ച് പ്രപഞ്ചത്തിൽ രൂപമാറ്റം ഉണ്ടാക്കിയെടുക്കാമെന്നല്ലാതെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ മനുഷ്യന് സാധ്യമല്ല. അതിനർത്ഥം അത് മാനുഷികമായൊരു പ്രയത്നത്തിന്റെ ആത്യന്തിക ഫലമല്ല. അത് ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട, ഭൗതികതയുമായി ബന്ധപ്പെട്ട ഒരു വിനിമയത്തിൽ നിന്ന് മനുഷ്യൻ ആർജിച്ചെടുക്കുന്നതാണ്. അതിന്റെ എല്ലാം പുറകിലുള്ളത്, മൂലപദാർത്ഥമായി നിൽക്കുന്നത്, കേന്ദ്രമായി നിൽക്കുന്നത് ദൈവമാണെന്നും ദൈവിക ശക്തിയാണെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഭക്ഷണം ഉണ്ടാക്കിയത് കൊണ്ട് അത് വാരി കഴിക്കാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. പണ്ട് ഒരു കഥ കേട്ടത് ഓർമ്മയുണ്ട്. ഒരാൾ ഒരു പശുവിനെ വാങ്ങാൻ പോവാണ്. വഴി വെച്ച ഒരാളെ കണ്ടു. അയാൾ ചോദിച്ചു, എവിടെ പോവാണ്? ഒരു പശുവിനെ വാങ്ങാൻ പോവാണ്. മറ്റേയാൾ പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്, ഒരു പശുവിനെ വാങ്ങാൻ ആഗ്രഹമുണ്ട്, അതിനായി ശ്രമിക്കുകയാണ് എന്നേ പറയാവൂ. മറ്റേയാൾക്ക് അത് പിടിച്ചില്ല. അയാൾ പറഞ്ഞു, കയ്യിൽ കാശുണ്ട്, പോകുന്നിടത്ത് പശുവുണ്ട്, പശുവിനെ വാങ്ങിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടുന്നു. പശുവിനെ വാങ്ങാൻ പോയയാൾ വസ്ത്രമൊക്കെ കീറി ക്ഷീണിതനായി വരുന്നു. മറ്റേയാൾ ചോദിച്ചു, എന്തു പറ്റി? അയാൾ പറഞ്ഞു, വഴിക്ക് വെച്ച് കൊള്ളക്കാരെ ആക്രമിച്ചു, പണം തട്ടിയെടുത്തു, അടിച്ച് അവശനാക്കി, അങ്ങനെ തിരിച്ചു പോരാണ്. ഇപ്പൊ എങ്ങോട്ട് പോകുന്നു? വീട്ടിലേക്കൊന്ന് പോകണമെന്നുണ്ട്, കർത്താവ് അനുവദിച്ചാൽ പോകും. നമ്മുടെ പ്രയത്നങ്ങളൊക്കെ പരിപൂർണമായ ഒന്നാണെന്ന് പറയാൻ കഴിയില്ല. ഓരോ പ്രയത്നവും ആ പ്രയത്നത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് ഒരു ഉറപ്പും പറയാൻ നമുക്ക് സാധ്യമല്ല. കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് ഗുണകരമാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നാം കുടിക്കുന്ന വെള്ളം നമ്മുടെ ശരീരത്തിന് പോഷണമാകുമെന്ന് പറയാൻ കഴിയില്ല. അവിടെ നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവികതയെ നമ്മുടെ സ്വതന്ത്ര ബുദ്ധി കൊണ്ടോ സാമാന്യത കൊണ്ടോ കണ്ടെത്താൻ കഴിയാത്ത ഒരു ദൈവിക ഇടപെടലിനെ നമ്മൾ തിരിച്ചറിയണം. ദൈവകൃപയാലാണ് ഇത് സാധ്യമാകുന്നത് എന്ന് ബോധ്യമുണ്ടാകുമ്പോഴാണ് എൻ്റെ സമ്പത്ത് എൻ്റെ മാത്രമല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന മുതൽ എൻ്റെയാണെന്ന് പറയുന്നത് സാധാരണ ബുദ്ധിക്ക് ന്യായീകരിക്കാവുന്നതാണ്. പക്ഷേ ഒന്ന് വിശദമായി പരിശോധിച്ചാൽ അവിടെ ദൈവവിശ്വാസം ഇല്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാകും അത് നമ്മുടെ മാത്രം കഴിവുകൊണ്ടല്ല. നമുക്ക് ഇവിടെ ഒരു സാധ്യതയുള്ളത് കൊണ്ടാണ്, നമുക്ക് അധ്വാനിക്കാൻ അവകാശവും അവസരവും ഉള്ളത് കൊണ്ടാണ്, നമുക്ക് പഠിക്കാനും ആർജിക്കാനും കഴിവ് ഈ സമൂഹം നൽകിയത് കൊണ്ടാണ്. ഇതൊന്നും നമ്മുടെ അല്ല.
ഇനി അത് വിനിമയം ചെയ്യുന്ന മേഖലയിലാകട്ടെ, അത് വാങ്ങാൻ ആളുള്ളത് കൊണ്ട്, നമ്മുടെ അധ്വാനത്തെ മറ്റുള്ളവർ അംഗീകരിക്കുന്നത് കൊണ്ട്, അതിനാവശ്യക്കാരുള്ളത് കൊണ്ട്, അവസരമുള്ളത് കൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്നത്. ശിലറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇത് നമ്മുടേതല്ലെന്നും നമുക്ക് താൽക്കാലികമായി നൽകപ്പെടുന്ന ഒന്നാണെന്നും നമ്മൾ തിരിച്ചറിയണം. ഭൗതിക പ്രപഞ്ചം ഒരു താൽക്കാലിക അവസ്ഥയാണെന്നും താൽക്കാലികമായി നിലനിന്നു പോകാൻ ആവശ്യമായവ ദൈവകൃപയാൽ നമുക്ക് ലഭിക്കുന്നുവെന്നും തിരിച്ചറിയുമ്പോഴാണ് സമ്പത്തിന്റെ മേലുള്ള ഉടമാവകാശം നമുക്ക് വിടാൻ പറ്റുക. സമ്പത്തിന്റെ മേൽ ഉടമാവകാശം ഉണ്ടാകുന്നതാണ് അപകടം, സമ്പത്ത് ആർജിക്കുന്നതല്ല. ഇതെന്റേത് മാത്രമാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ സമ്പത്ത് കൈവശമുള്ളപ്പോൾ സമ്പന്നനായി മാറുന്നത്. ആ ചെറുപ്പക്കാരന് സമ്പത്ത് വിട്ടുകൊടുക്കാൻ കഴിയാതെ പോയത് അവനെ സമ്പന്നനായതുകൊണ്ടാണ്, സമ്പത്തിന്റെ മേൽ അടയിരിക്കുന്നവനായതുകൊണ്ടാണ്. സമ്പത്ത് ദൈവദാനമാണ് എന്ന് തിരിച്ചറിയണം. സമ്പത്ത് ദൈവദാനമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് എനിക്ക് വേണ്ടി മാത്രമല്ലെന്നും എൻ്റെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടി കൂടിയാണെന്നും ഞാൻ തിരിച്ചറിയും. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ കയ്യിലേൽപ്പിക്കപ്പെടുന്നതാണെന്നും എൻ്റെ അധ്വാനം അതിൽ പങ്കുചേരുന്നതിലൂടെ ലോകരക്ഷയുടെ ക്രമത്തിൽ എനിക്ക് പങ്കുചേരാൻ അവസരം ലഭിക്കുന്നെന്ന് ബോധ്യം ഉണ്ടാകുമ്പോൾ എൻ്റെ അധ്വാനം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കാൻ എനിക്ക് കഴിയും. ദ്രവ്യാസക്തിയിൽ നിന്ന് മോചിതമായി ഔദാര്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പറ്റും. ഔദാര്യമില്ലാതെ പോകുമ്പോൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്, നാം യഥാർത്ഥത്തിൽ വിശ്വാസവിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ദൈവനിഷേധത്തിലാണ്, സമ്പത്തിന്റെ ആധിപത്യത്തിലാണ്. സമ്പത്തിന്റെ ആധിപത്യത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സമ്പത്ത് സ്ഥിര സ്വഭാവമുള്ള ഒന്നല്ല. ആർജിതമായതാണ്, നശ്വരമായതാണ്, മനുഷ്യപ്രകൃതമാണ്. മനുഷ്യപ്രകൃതത്തിന്റെ പ്രയത്നഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് സമ്പത്ത്. ആ സമ്പത്ത് നിലനിൽക്കാവുന്ന ഒരു കാര്യമല്ല. അത് ദൈവത്തിൽ നിന്നാണ് എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ മാത്രമേ സമ്പത്തിന് നിലനിന്ന് പോകാൻ കഴിയൂ. എന്റേതല്ല, ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണെന്ന് വരുമ്പോൾ എനിക്കുള്ളവ പങ്കുവെക്കുന്ന മനോഭാവത്തിലേക്ക് എനിക്ക് വരേണ്ടി വരും. എഫെസ്യർ 4:28 സ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മോഷ്ടാവിനിമേൽ മോഷ്ടിക്കരുത്, തനിക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിന് ഇനി അവൻ സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിക്കട്ടെ. എന്തിനാണ് അധ്വാനിക്കേണ്ടത്? അത് പങ്കുവെക്കാൻ മാത്രമാണ്. അവനവന് വേണ്ടി സൂക്ഷിക്കാനല്ല, അവന് മറ്റുള്ളവരുമായി പങ്കുവെക്കാനാണ്. ഈ പങ്കുവെപ്പിന്റെ മനോഭാവം ഇല്ലാതെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്നത് ഒരു പ്രതിസന്ധി, സമ്പത്തിന്റെ ആധിപത്യം നമ്മളെ ഭരിക്കുന്നതാണ്. ഭൂമിയിൽ നമ്മൾ ഉണ്ടാക്കിയത് എന്തെങ്കിലും നമ്മളെ ഭരിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? റോബോട്ടുകളെ കുറിച്ചൊക്കെ അങ്ങനെയുള്ള കഥകൾ നമ്മൾ കേൾക്കാറില്ലേ? ഒരു റോബോട്ടിനെ ഉണ്ടാക്കി, ആ റോബോട്ട് ഒരു മനുഷ്യപ്രകൃതത്തിലേക്ക് വരുന്നു, നമ്മുടെ മേലെ ആധിപത്യം പുലർത്തുന്നു. ആധിപത്യം പുലർത്തുമ്പോൾ അത് നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്നു. അത് ഭരിക്കാൻ തുടങ്ങുമ്പോൾ നാം ഉണ്ടാക്കിയവ നമ്മെ തന്നെ വിഴുങ്ങുന്നതായിട്ട് വരും. ഇത് ആധുനിക വികസനം നമ്മുടെ മേൽ ഉണ്ടാക്കുന്ന ആപത്ത് അതല്ലേ? കാർബൺ എമിഷൻ കൂടുന്നു. കാർബൺ എമിഷൻ കൂടി ഓസോൺ പാളികളിൽ വിള്ളലുണ്ടാകുന്നു. അത് ഭൂമിയിലെ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്നു. ആ കാലാവസ്ഥ വ്യതിയാനം ഭൂമിയിലെ താപം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ താപം വർദ്ധിക്കുമ്പോൾ കടലിൽ കിടക്കുന്ന വെള്ളം കരയിലേക്ക് കയറാൻ തുടങ്ങുന്നു. അത് ഒരു 100 വർഷം കൊണ്ട് ഈ ഭൂമിയെ വിഴുങ്ങാനുള്ളതായിട്ട് മാറുന്നു. അങ്ങനെ നമ്മുടെ പ്രയത്നം കൊണ്ട് നാം ആർജിച്ചെടുക്കുന്നവ നമുക്ക് തന്നെ വിനയായി വരുന്ന എത്രയേറെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ ഒരു വഴിക്ക് നന്മയായിരിക്കുമ്പോൾ അത് ആധിപത്യം പുലർത്താൻ തുടങ്ങുമ്പോൾ ആ കണ്ടുപിടുത്തങ്ങൾ തന്നെ നമ്മെ വിഴുങ്ങുന്നതായിട്ട് വരും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഭക്ഷണം നല്ലതാണ്, പക്ഷേ അത് അമിതമായി നമ്മൾ ആഹരിക്കാൻ തുടങ്ങുമ്പോൾ, സ്വാഭാവികമായ ആർത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അത് നമ്മുടെ ഉദരത്തിന് ഉൾക്കൊള്ളാനാവാത്തത് ആയിട്ട് വരും, ശരീരത്തിന് ദോഷകരമായിട്ട് മാറും. അപ്പൊ അതേപോലെ സമ്പത്ത് അപരനുമായി പങ്കുവെക്കുക എന്ന ജീവധർമ്മം നിറവേറ്റാതെ പോകുമ്പോഴൊക്കെ സംഭവിക്കുന്നത് അത് നമ്മുടെ മേൽ പിടിമുറുക്കും. അങ്ങനെ പിടിമുറുക്കുമ്പോൾ നമുക്ക് 2 ബന്ധങ്ങളിൽ തകർച്ചയുണ്ടാവും. ഒന്ന് ദൈവിക ബന്ധത്തിൽ നിന്ന്, ഒന്ന് സാഹോദര്യത്തിൽ നിന്ന്. ഈ സാഹോദര്യത്തിൽ നിന്നും ദൈവികതയിൽ നിന്നും നാം അടർന്നു മാറുമ്പോൾ നാം ഒറ്റപ്പെടുകയും സമ്പത്ത് നമ്മളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. സമ്പത്ത് ഒന്നുകിൽ അഹങ്കാരത്തിലേക്ക് നമ്മെ നയിക്കും, അതിൻ്റെ ഇല്ലായ്മ നമ്മളെ നിരാശയിലേക്ക് നയിക്കും. 2ഇടത്തും നമുക്ക് സംഭവിക്കുന്നത് കെട്ടുകളാണ്. അവിടെ 2ഇടത്തും സമ്പത്ത് ഒരു ബന്ധനമായിട്ട് മാറുന്ന അവസ്ഥയുണ്ടാവും. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ ധനവാന് പേരില്ല. പേരില്ല എന്നത് സുവിശേഷത്തിൽ എന്തെങ്കിലും അബദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യമല്ല. പേര് വ്യക്തിത്വമുള്ള ഒരു കാര്യമാണ്. യേശു എന്ന പേരിനൊരു വ്യക്തിത്വമുണ്ട്, യേശുവിനൊരു പ്രവർത്തനമുണ്ട്. വ്യക്തിത്വം എന്നൊരു കാര്യം പേരുമായി ബന്ധപ്പെട്ടതാണ്. ജ്ഞാനോദയത്തിന്റെ കാലം മുതൽ ചിത്രങ്ങളൊക്കെ വരച്ച് അതിൻ്റെ അടിയിൽ ഒപ്പിടാൻ തുടങ്ങിയത് മനുഷ്യൻ. അതിനു മുമ്പ് ഒപ്പിടുന്നില്ല.
അതിന് മുമ്പുണ്ടായിരുന്ന ശില്പങ്ങൾ ആരാണ് നിർമ്മിച്ചതെന്ന് പറയാൻ കഴിയില്ല. ഒരു കാലത്ത് എഴുതിയാൽ അത് ആരുടേതാണെന്ന് അറിയാൻ കഴിയില്ല. അജ്ഞാതരായ എഴുത്തുകാർ എഴുതിയ എത്രയേറെ പുസ്തകങ്ങൾ ലോകത്തിന്നുണ്ട്. ആ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നില്ല. കാരണം അന്ന് പേരൊരു പ്രശ്നമല്ല. പക്ഷേ മനുഷ്യൻ വ്യക്തി എന്ന നിലയ്ക്ക് മാനിക്കപ്പെടുമ്പോൾ പ്രധാനമായിട്ട് വരുന്നൊരു കാര്യമാണ് പേര്. അങ്ങനെ വരുന്ന പേരില്ലാത്ത ഒരാളാണ് ധനവാൻ. കാരണം എന്താ? അവൻ സമ്പത്തിലാണ് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. സമ്പത്താണ് അവന്റെ ലക്ഷണം. അവൻ ധനവാൻ എന്ന് വിളിക്കപ്പെടും. ലാസർ ദരിദ്രനാണ്, ഒന്നുമില്ലാത്തവനാണ്. അവന്റെ പേര് ലാസർ എന്നാണ്, ദൈവസഹായം എന്നാണ്. ആ പേര് യാദൃച്ഛികമായിട്ടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ആ ഉപമ പറയുമ്പോഴുള്ള കാര്യം എന്താണ്? ആ ഉപമയിൽ ഈ സമ്പന്നൻ ഒരു തെറ്റും ചെയ്യുന്നില്ല. അയാൾക്ക് സമ്പാദ്യമായിട്ടുള്ളത് അയാൾ അനുഭവിക്കുന്നു, സന്തോഷകരമായി ജീവിക്കുന്നു. അയാളുടെ മേശപ്പുറത്ത് നിന്ന് താഴെ വീഴുന്ന എച്ചിൽ തിന്നിട്ട് ഈ രോഗിയായ ലാസർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നായ്ക്കൾ അവനെ വന്ന് നക്കി തുടയ്ക്കുന്നുണ്ട്. ധനവാൻ അവന്റെ ഉച്ഛിഷ്ടം അവന് കൊടുക്കാതിരിക്കുന്നില്ല. ആ ഉച്ഛിഷ്ടം താഴെ വീഴുമ്പോൾ അവൻ കഴിക്കുന്നുണ്ട്. ആ ധനവാനെ അവൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ധനവാൻ മരിച്ചാൽ നരകത്തിലാണ് പോവുക. ഇത് പറഞ്ഞിട്ട് പലപ്പോഴും പണമുള്ളവരെ അസൂയയോടെ പണമില്ലാത്തവർ ഒരു നരകത്തിൽ പോകും എന്ന് ചിന്തിക്കാറുണ്ട്. വാസ്തവത്തിൽ ധനവാൻ ചെയ്ത പെശകെന്താ? ന്യായമായി നോക്കിയാൽ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല. ഇന്നത്തെ ക്രമത്തിൽ നമ്മൾ നോക്കിയാൽ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല. ഉള്ളവനുള്ളതുപോലെ ജീവിക്കുന്നു, ഇല്ലാത്തവൻ ഇല്ലാത്ത പോലെ ജീവിക്കുന്നു. ഉള്ളവൻ പറയുന്നു എനിക്ക് ദൈവം തന്നതാണ്, അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. അവിടെയും പറയാലോ, അധ്വാനിച്ച് നേടിയെന്ന് അഹങ്കരിക്കാതെ ദൈവം തന്നാണ്, ദൈവം എനിക്കെല്ലാം ദാനമായിട്ട് തരുന്നു, ദൈവത്തിന് സ്തുതി, അങ്ങനെ പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ധനവാൻ ദൈവനിഷേധിയാണെന്നോ അവൻ ദൈവത്തെ നിന്ദിച്ചാണ് ജീവിച്ചതെന്നൊന്നും വചനം പറയുന്നില്ല, ഉപമ പറയുന്നില്ല. പറയുന്ന ഇത്രയേ ഉള്ളൂ, അവൻ മൃദുല വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അതൊരു അപരാധമാണോ? കാശുള്ള നിലയ്ക്കുള്ള ഉടുപ്പിടാൻ പാടില്ലേ? അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ ധനവാൻ നരകത്തിൽ പോവുകയും ഈ കിടന്ന് എഴഞ്ഞു വരുന്ന ലാസർ സ്വർഗത്തിൽ പോവുകയും ചെയ്തത്? ഇത് ദരിദ്രനായി ജീവിക്കുന്നവർക്ക് ഭാവി സ്വർഗം കിട്ടും, അതൊരു മിഥ്യാപ്രതീക്ഷ കൊടുത്ത് അവനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ കഥയല്ല. ദരിദ്രനായി ജീവിക്കുന്നവർക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയും, അതുകൊണ്ട് ദരിദ്രൻ വിഷമിക്കേണ്ട, ഭാവിയിൽ ഒരു സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചൊരു മിഥ്യാധാരണയിൽ കെട്ടിയിടാൻ വേണ്ടി പറഞ്ഞ ഉപമയല്ല. എന്താണ് ഉപമയുടെ ആന്തരികാർത്ഥം? ധനവാൻ അവന്റെ ധർമ്മം നിറവേറ്റിയില്ല. അവന്റെ ധർമ്മം എന്തായിരുന്നു? തനിക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നുള്ളതാണ്. ധനവാൻ പ്രത്യക്ഷത്തിൽ ഒരു തിന്മയും ചെയ്യുന്നില്ല, പക്ഷേ ദ്രവ്യാസക്തിയിൽ കുടുങ്ങിയ ഒരാളാണ്. പണത്തിന്റെ ആധിപത്യത്തിന് കീഴിലിരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് കണ്ണു കാണാൻ സാധ്യമല്ല. അയാൾക്ക് പുച്ഛമാണ് മറ്റുള്ളവരോട്. ദൈവം എന്നെ അനുഗ്രഹിച്ചു, മറ്റുള്ളവനെ അനുഗ്രഹിച്ചില്ല, അതെന്റെ കുഴപ്പമാണോ? എന്റെ നന്മ കൊണ്ട്, പൂർവിക സുഹൃതം കൊണ്ട് ദൈവം എനിക്കെല്ലാം തന്നു, അങ്ങനെയാണോ? അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ ഒരു വീഴ്ചയിലാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ ഈ ദരിദ്രനായ ലാസറുമായി തനിക്കുള്ളവ പങ്കുവെക്കാതെ പോയത്, അവനെ സാഹോദര്യത്തിലേക്ക് ഉയർത്താതിരുന്നത്, ധർമ്മം നിറവേറ്റാതെ പോയതാണ് അപകടകരമായ അന്ത്യമായി തീരുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഔദാര്യം എന്നത് അത് എൻ്റെ ഒരു ഉദാരത കൊണ്ട് സംഭവിക്കുന്നതല്ലെന്നും ദൈവത്തിന്റെ ഔദാര്യത്തിൽ ഞാൻ പങ്കുചേരുന്നതാണെന്നും തിരിച്ചറിയാൻ പറ്റണം. കാരുണ്യം ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിന്റെ കാരുണ്യത്തിൽ പങ്കുചേരാനുള്ള അവസരമാണ് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം. ദൈവം എന്തെങ്കിലും എനിക്ക് ആർജിക്കാനോ എനിക്ക് സമ്പാദിക്കാനോ കഴിവ് നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ളത് അത് നിനക്ക് വേണ്ടി കരുതാതെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കാൻ നിനക്ക് കഴിയണമെന്നതാണ്. ദൈവിക ലക്ഷ്യത്തിനനുസരിച്ച് സമ്പത്ത് മാറുമ്പോഴാണ് സമ്പത്തിന് നമ്മുടെ മേലുള്ള ആധിപത്യത്തെ നമുക്ക് ചെറുക്കാൻ പറ്റുക. അതല്ലെങ്കിൽ സമ്പത്ത് ഭാരമായിട്ട് അനുഭവപ്പെടും. നാം എന്തിനാണ് സമ്പത്ത് നേടാൻ ആലോചിക്കുന്നത്? എന്തിനാണ് നാം അധ്വാനിക്കുന്നത്? ഉപജീവനം നടത്താനാണോ? സമ്പത്ത് മൂലം പ്രതാപിയാകാമെന്ന പ്രതീക്ഷയാണോ? സാധാരണഗതിയിൽ സമ്പത്ത് ഒരു പ്രതാപത്തിന് കാരണമാകുമെന്ന ചിന്തയാണ് സമ്പത്ത് ആർജിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ രാഷ്ട്ര ശരീരത്തിലും ഇതിന്റെ പുഴുക്കുത്തുകൾ കാണും. അവിടെ വികസനമാണ് പ്രധാനമെന്ന് പറയും. വികസനമാണോ പ്രധാനം? വികസനം എന്ന വാക്കാണോ ഉപയോഗിക്കേണ്ടത്? പുരോഗതി എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. മാനവർ പുരോഗതി കൈവരിക്കാനാണ് സമ്പത്ത് കാരണമായി തീരേണ്ടത്, വികസനം ഉണ്ടാക്കാനല്ല.
വികസനം എന്നതിൽ എത്രത്തോളം ഈ വികസിച്ചു വരുന്ന സാമ്പത്തിക ഘടനയിൽ, വികസിച്ചു വരുന്ന ഭൗതിക സാഹചര്യങ്ങളിൽ എത്രത്തോളം മറ്റുള്ളവർക്ക് പങ്കാളിത്തവും അനുഭവസ്ഥാനവും ഉണ്ട് എന്നതനുസരിച്ച് മാത്രമേ ഒരു രാഷ്ട്ര ശരീരത്തിൽ പോലും സമ്പത്തിന്റെ വിനിയോഗം ദൈവേഷ്ടപ്രകാരമായിട്ട് മാറൂ. അതുകൊണ്ടാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. ടാക്സ് കൊടുക്കുന്നത് നമ്മെ പിരിച്ച് വലിയ കാറുകളിൽ മന്ത്രിമാർക്കും ഭരണാധികാരികൾക്കും കറങ്ങി നടക്കാനല്ല. ടാക്സ് കൊടുക്കുന്നത് രാഷ്ട്ര ശരീരത്തെ നിർമ്മിക്കാനാണ്. ഈ സമൂഹമാണ് എനിക്കെല്ലാം നൽകുന്നത്, ഈ സമൂഹത്തിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം ആർജിച്ചെടുക്കുന്നത്. അങ്ങനെ സമൂഹത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്നതിന്റെ പങ്ക് ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിനും നിർമ്മിതിക്കും ഞാൻ കൊടുക്കണമെന്ന കടമയാണ് നികുതി അടയ്ക്കുന്നതിന്റെ പുറകിലുള്ളത്. നികുതി വെട്ടിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. സ്ഥലം വിൽക്കുമ്പോൾ, വസ്തുക്കൾ വാങ്ങുമ്പോൾ എപ്രകാരം ടാക്സ് വെട്ടിക്കാം എന്ന് ആലോചിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരല്ലേ വിശ്വാസികളിൽ താഴെ തലം മുതൽ മേലെ തലം വരെ ഉള്ളവർ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് സമൂഹത്തിന് കൊടുക്കേണ്ടതാണ്. നമ്മുടെ കയ്യിലുള്ളതിന്റെ ഒരു പങ്ക് ഈ സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി കൊടുക്കാൻ നമുക്കൊരു കടമയുണ്ട്. കാരണം ഈ സമൂഹമാണ് നിർമ്മിതിക്ക് ആവശ്യമായ ഭൗതിക ചുറ്റുപാടുകൾ നമുക്ക് നൽകുന്നത്. അത് കൊടുക്കാൻ കഴിയണം. അത് കൊടുക്കാൻ കഴിയാതെ സൂത്രത്തിലൊപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പുറകിലുള്ളത് സമൂഹ നിഷേധമാണെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ മനുഷ്യനായിരിക്കാനുള്ള അവകാശത്തെ പോലും നിഷേധിക്കുന്ന പ്രവൃത്തിയാണ്. 8-ാം നൂറ്റാണ്ടിലെ പിതാവായ ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം പറയും, മൃഗങ്ങൾ പോലും ഒരു ഇരയെ വേട്ടയാടി പിടിച്ചാൽ അതിന് അവർക്കാവശ്യമുള്ളത് ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ട് പോവുകയും ചെയ്യും. മനുഷ്യനാകട്ടെ നേടുന്നതിൻ്റെ ഒക്കെ മേലടയിരിക്കും, വിട്ടുകൊടുക്കാതെ. ഇപ്രകാരം വിട്ടുകൊടുക്കാതെ സമ്പത്താണ് പരമപ്രധാനമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയാണ് ദ്രവ്യാസക്തി, സമ്പത്തിന്റെ മേലാസക്തി. ഇത് സമ്പത്തുള്ളവനും ഇല്ലാത്തവനും ഒരേപോലെ പിടികൂടാവുന്നൊരു കാര്യമാണ്. സമ്പത്തിനോടുള്ള മനോഭാവം, സമ്പത്താണ് ജീവിതത്തിലെ കേന്ദ്രമെന്ന ഭാവം, ഈ ഭാവം എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ പിടികൂടുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ശിവലേറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സമ്പത്തിൽ ഒരു പങ്ക് സമൂഹത്തിനുള്ളതാണ്. ഇനി സമ്പത്തിന്റെ കർത്തൃത്വമാർക്കാണ്? ഈ ഭണ്ഡാകാരം തുറന്ന് ആവശ്യമായ നമുക്ക് നൽകുന്നവനാരാണ്? അത് ദൈവമാണ്. അത് ദൈവമാണെങ്കിൽ ദൈവമക്കളാണ് നമ്മളെല്ലാവരും, സകല മനുഷ്യരും, സകല സൃഷ്ടിയും ദൈവത്തിൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പിതാവായ ദൈവം ഈ മനുഷ്യകുലത്തിലെ ഒരാളായ എനിക്ക്, ഒരു സഹോദരനായി എനിക്ക് എന്തെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുമ്പോഴാണ്, സാഹോദര്യത്തിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവദാനമാണെന്ന് അംഗീകാരം ഞാൻ കൊടുക്കുന്നത്. വീടിന്റെ മുൻപിൽ ഈ വീട് ദൈവദാനം എന്ന് എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. വാഹനത്തിന്റെ മുൻപിൽ ഇത് ദൈവദാനമാണ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഇടമുണ്ടാക്കുമ്പോഴാണ് ദൈവദാനത്തെ അംഗീകരിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. അപ്പൊ അതുകൊണ്ട് മനോഭാവം ആലോചിക്കണം. ഒരാൾ ഒരിക്കൽ ഒരു ജോലി കിട്ടി പോകാൻ വേണ്ടി കുറെ അധ്വാനിച്ച് പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഇടയ്ക്ക് നമ്മളെ കാണാൻ വന്നു. അപ്പോൾ ഏകദേശം ആ ജോലി കിട്ടുന്നതിനോട് അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ പോയിട്ട് വേണം, സമ്പത്തുണ്ടായിട്ട് വേണം ദരിദ്രരെ സഹായിക്കാൻ. ഞാൻ അവനോട് പറഞ്ഞു, എങ്കിൽ അതാണ് നിന്റെ ജീവിത ലക്ഷ്യമെങ്കിൽ നീ പോകണ്ട. നിന്റെ കയ്യിലുള്ള 1 രൂപ നാണയം മതി. ആ ഒരൊറ്റ രൂപ നാണയം മതി നിനക്ക് നിന്റെ സഹോദരനെ സഹായിക്കാൻ. മദർ തെരേസ പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോരുന്ന ഒരു 5 രൂപയുമായിട്ടാണ്. കയ്യിൽ ആകെയുള്ളത് 5 രൂപയാണ്. 200-ലധികം രാജ്യങ്ങളിൽ ദരിദ്രരെ ശുശ്രൂഷിക്കാൻ, രോഗികളെ ശുശ്രൂഷിക്കാൻ, ആതുരരെ തേടി ഇറങ്ങിയ ആ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന 5 രൂപയാണ്. ആ 5 രൂപയിലല്ല, അവളെ നിയോഗിച്ചവനിലാണ് ആശ്രയത്വം വെച്ചത്. അതുകൊണ്ട് ഒന്നുമില്ലാത്ത ദരിദ്രയായിരിക്കെ 200-ലധികം രാജ്യങ്ങളിൽ സ്ഥാപനങ്ങളുള്ളവരായിട്ട് മാറുന്നു. ഒന്നും തൻ്റെതല്ലെന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ സമ്പത്ത് നമ്മെ പിടികൂടുകയല്ല ചെയ്യുന്നത്, സമ്പത്തിന്റെ മേൽ നമുക്ക് ആധിപത്യം ഉണ്ടാവുകയാണ്. സമ്പത്ത് നമ്മുടെ സൃഷ്ടി മാത്രമാണ്. നമ്മൾ അധ്വാനിക്കുമ്പോൾ ലഭിക്കുന്നത്, അധ്വാനം മുഖേനയാണ് അത് ലഭിക്കുന്നത്. ഈ ദൈവദാനം നമ്മിലൂടെ പ്രവർത്തിക്കുന്ന അധ്വാനം മുഖേനയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമ്പത്ത് നമ്മെ ഭരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൂടാ. അതിൻ്റെ മേൽ നമുക്കൊരധികാരം ഉണ്ടാകണം. എൻ്റെ മേൽ നീ ഭരണം നടത്തരുത്. എന്നെ ഭരിക്കുന്നവൻ ദൈവമാണ്. എൻ്റെ ഉടയവനായ ദൈവം എനിക്ക് ദാനമായി നൽകുന്ന നിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി അപ്പമായി കൊടുക്കാൻ എനിക്ക് കഴിയാതെ പോകുമ്പോഴൊക്കെ നീ എന്നെ ഭരിക്കും. അതുകൊണ്ട് നീ നിൽക്കേണ്ടിടത്ത് നിൽക്കണം. നീ മറ്റുള്ളവർക്ക് ഉപജീവനത്തിനുള്ളവൻ മാത്രമാണ്. ഈ ബോധ്യം നമുക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് സമ്പത്തിന്റെ മേൽ ആധിപത്യം പുലർത്താൻ പറ്റും. സമ്പത്ത് നമ്മെ ഭരിക്കാത്ത അവസ്ഥ വരും. സാമ്പത്തിക തകർച്ചകൾ അതിജീവിക്കാൻ നമുക്ക് കഴിയും. 1 യോഹന്നാൻ 3:17 പറയും, ലൗകിക സമ്പത്തുണ്ടായിരിക്കെ തൻ്റെ സഹോദരൻ
ആവശ്യക്കാരനായി മുമ്പിലുണ്ടായിട്ടും അവന് കൊടുക്കാതെ പോകുമ്പോൾ, അവനുമായി പങ്കുവെക്കാതെ പോകുമ്പോൾ നീ ദൈവത്തിനെതിരായി തിന്മ ചെയ്യുന്നു. സമ്പത്തിന്റെ മേഖലയിൽ നമ്മൾ ദൈവത്തിനെതിരായി പോകുന്ന അവസ്ഥ അറിയണം. അത് ഈ ആധിപത്യം പുലർത്തലാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് എൻ്റെതല്ലെന്ന ബോധ്യം എനിക്കുണ്ടാകുമ്പോഴാണ് അത് ദൈവദാനമായും കാരുണ്യമായിട്ടും മാറുക. അപ്പോഴാണ് ദ്രവ്യാസക്തിയിൽ നിന്ന് എനിക്ക് വിമോചനം ഉണ്ടാകുക. ഔദാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മളെ വിമോചിപ്പിക്കുന്നത്. സമ്പത്ത് അതിൽ തന്നെ പാപമോ നന്മയോ അല്ല. സമ്പത്ത് കേവലം നമ്മുടെ കയ്യിൽ ദൈവം തരുന്ന ഒരു അവസരം മാത്രമാണ്. അതിന്റെ വിനിയോഗത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെയൊക്കെ മുമ്പിൽ ആളുകൾ കൈനീട്ടും, എന്തെങ്കിലും തരണേ, നമുക്ക് ഭയങ്കര ഔദാര്യവും ഒക്കെ തോന്നുകയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ താഴ്ന്നവനായിട്ട് കണ്ടിട്ടാണ് ഈ 1 രൂപ നാണയം നമ്മൾ അവന്റെ പെട്ടിയിലേക്ക് ഇടുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എത്ര പുണ്യം ചെയ്തു എന്നാണ്. അങ്ങനെയല്ല, ദാനധർമ്മങ്ങളൊക്കെ പുണ്യമാണെന്ന് കരുതുന്ന ഒരു കാലമാണ് നമ്മൾ. ധർമ്മദാനമാണ് പുണ്യം. ധർമ്മം ദാനം ചെയ്യണം. എന്താണ് ധർമ്മം? അവരന് വേണ്ടി ആയിരിക്കുക എന്നുള്ളതാണ്. അവരന് ഭക്ഷണമായി മാറുക എന്ന ധർമ്മമാണ് ക്രിസ്തു നമ്മളെ വരമേൽപ്പിച്ചിട്ടുള്ളത്. അവരന് ഭക്ഷണമായി മാറാതെ, മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ വ്യഥകൾ മനസ്സിലാക്കാതെ, അവന്റെ വിശപ്പ് മനസ്സിലാക്കാതെ എൻ്റെ പെട്ടിക്ക് മേൽ ഞാൻ കയറിയിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ ധർമ്മത്തിനെതിരാണ്. ഈ ഔദാര്യമല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ഔദാര്യം, ദൈവത്തിന്റെ കാരുണ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് ധർമ്മം. ആ ധർമ്മത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം. അതുകൊണ്ടാണ് സമ്പത്തിന്റെ ഒരു ഭാഗം ദൈവത്തിനുള്ളതാണ് നമ്മൾ പറയുക. എങ്ങനെ? ദശാംശം കൊടുക്കുന്ന കാര്യം പഴയ നിയമ കാര്യമാണ് കേട്ടോ ദശാംശം. ആ പഴയ നിയമത്തിലെ ദശാംശത്തെയാണ് ക്രിസ്തു തിരുത്തുന്നത്. നിനക്കുള്ളവ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ അനുഗമിക്കുക. അപ്പൊ ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ ഹൃദയത്തിനകത്ത് സമ്പത്തിനോടുള്ള പ്രിയത്തിൽ നിന്ന് മോചനം നേടാൻ പറ്റണം. സമ്പത്ത് പ്രലോഭകനായി നമ്മുടെ മുമ്പിലുണ്ട്. സാമ്പത്തിക അധികാരങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രലോഭകനായിട്ടുണ്ട്. അവനെ അതിജീവിക്കാൻ നമുക്ക് പറ്റണം. എന്താണ് നിന്റെ ആവശ്യം? ഈ ഭൂമിയിൽ അല്പകാലം ജീവിച്ചിരിക്കുന്ന നിനക്ക് എന്താണ് ഈ ഭൂമിയിൽ നിന്ന് ആർജിച്ചെടുക്കാൻ കഴിയുന്നത്? എന്താണ് കൊണ്ടുപോകാൻ കഴിയുന്നത്? നെപ്പോളിയൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ലോകം മുഴുവൻ പിടിച്ചടക്കാൻ ഓടിയ നെപ്പോളിയൻ മരണനേരത്ത് പറയുന്നുണ്ട്, ഞാൻ പരാജിതനായി പോയി. പരാജിതനായ ഒരുവനാണ് വിജയിയായത്. വിജയിയായത് പരാജിതനാണ്. ക്രിസ്തുവാണ് വിജയി. ഞാൻ പരാജയപ്പെട്ടു. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുമ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു പരാജയമുണ്ട്. ആ പരാജയം എന്താ? ദൈവമക്കളുടെ സ്ഥാനത്ത് നിന്ന് നാം അറിയാതെ തെന്നി മാറുന്നു എന്നുള്ളതാ. നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടവനും നമ്മെ നിത്യമായി നിലനിർത്തേണ്ടവനും നമ്മൾ അകന്നു പോകുന്നു. അതുകൊണ്ട് സമ്പത്തിനോടുള്ള പ്രിയത്തെ നാം തിരിച്ചറിയണം. എനിക്കുള്ളവ മറ്റുള്ളവരുടേത് കൂടിയാണെന്ന് കരുതാനുള്ള എളിമയുടെ മനോഭാവം, ദൈവത്തിന്റെ ദാനമാണെല്ലാം എന്ന മനോഭാവം, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്ന മനോഭാവം എന്നിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ദ്രവ്യാസക്തിയിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് പറ്റൂ. നമ്മുടെ ആസക്തികളൊക്കെ മറ്റുള്ളവരുമായി ഒത്തുപോകാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ വീട് ചെറുതാണെങ്കിൽ വലിയൊരു വീടെടുത്ത് വരുമ്പോൾ ആ വീടിനോടൊപ്പം നിൽക്കാൻ ഒരു വീടില്ലെങ്കിൽ അഭിമാനം തകരുമെന്ന ചിന്ത കൊണ്ടാണ് വലിയ വീട്ടിലേക്ക് നമ്മൾ പോകുന്നത്. മറ്റുള്ളവരെ നോക്കി, ഈ ലോകത്തെ നോക്കിയല്ല ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനുള്ള സ്ഥാനം നോക്കിയാണ്, ദൈവത്തെ നോക്കിയാണ് നാം വളരേണ്ടത്. വല്ലോരെ നോക്കി വളർന്നാലോ വല്ലാത്ത മോശം കുഞ്ഞാമ, ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞാലോ ഉള്ളിലുള്ളോനെ അറിഞ്ഞാലോ. അവിടെയാണ് അറിവ്. അവനെ തിരിച്ചറിഞ്ഞ് അവനിലായിത്തീരുകയാണ് നമ്മുടെ ദൗത്യം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, മാലാഖ വീണു പോയത് ദൗത്യം തെറ്റിയപ്പോഴാണ്. ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ അയക്കപ്പെട്ട ദൗത്യമാണ് മാലാഖയുടേത്. മാലാഖ ദൗത്യത്തിൽ നിന്ന് വീണുപോയി. പ്രകാശത്തിന്റെ ദൂതൻ അന്ധകാരത്തിന്റെ ആളായിട്ട് മാറി. നാം ക്രിസ്തു ശിഷ്യരാണ്. ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ച് തയ്യാറാണെന്ന് സമ്മതം പറഞ്ഞാണ് ദേവാലയത്തിനകത്തേക്ക് നമ്മൾ കയറിയത്. അകത്ത് കയറിയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഞാൻ അനുസരിക്കുന്നില്ലെന്നാ, ഇതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ലെന്നാ. ക്രൈസ്തവ ജീവിതത്തിൽ സമ്പത്ത് എന്തായിരിക്കണമെന്ന് നാം ചിന്തിക്കണം. സമ്പത്തിന്റെ ഈ ആധിപത്യമാണ് നാം ഇന്ന് കാണുന്ന സഭയിലും സഭാ സമൂഹത്തിനകത്ത് കുടുംബങ്ങളിലും കാണുന്ന അപജയങ്ങൾക്ക് കാരണം. സമ്പത്തിനേക്കാൾ മനുഷ്യത്വത്തെ ബഹുമാനിക്കാൻ, അവരനെ സ്നേഹിക്കാൻ, അവരനാണ് പരമപ്രധാനമെന്ന് കരുതാൻ നമുക്ക് കഴിയാതെ പോകുന്നിടത്തൊക്കെ ഈ ചീയലുണ്ടാകും. അവിടെയെല്ലാം ദുർഗന്ധമുണ്ടാകും. ആ ദുർഗന്ധം പുറമേ നിന്ന് വരുന്നതാണെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് അവനവന്റെ പ്രവൃത്തികളിൽ ലോകത്തുണ്ടാക്കുന്ന ദൂഷ്യത്തെക്കുറിച്ച് ഗൗരവമായൊരു അവബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളുടെ അധ്വാനമെല്ലാം വിജയിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബിസിനസ് ഒന്നും തകരാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക.
നിങ്ങൾ പോകുന്നിടത്തൊക്കെ വിജയം വരിക്കട്ടെ, നിങ്ങൾക്ക് സമ്പത്തുണ്ടാകട്ടെ, നിങ്ങളുടെ അധ്വാനം ഫലവത്താകട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ആ ഫലവത്താകുന്ന സമ്പാദ്യം മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള ദൈവകൃപയും കൂടി നിങ്ങൾക്ക് ലഭിക്കട്ടെ. അവരെന്റെ വിശപ്പിന് ആഹാരമാകാൻ വേണ്ടി ജീവിതത്തിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ വിളവുകൾ ഫലസമൃദ്ധമായി മാറട്ടെ. അതിലൂടെ ലോകത്ത് ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ പ്രവൃത്തി വഴി വെളിപ്പെടട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ജോലി തടസ്സമുള്ളവരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരും ബിസിനസ് തകർന്നിരിക്കുന്നവരും അവരൊക്കെ ഈ കുഴിയിൽ നിന്ന് കരയേറി ദൈവേഷ്ടത്തിനനുസരിച്ച് സമ്പാദിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്ത് ജീവിതം രക്ഷാകരമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏതുതരം തകർച്ചയിലും വേദനയിലും കഷ്ടതയിലും ഞെരുക്കത്തിലും രോഗത്തിലും ഒക്കെ ആയിരിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഒരു ക്രൈസ്തവ കടമയാണ്. നിങ്ങൾ പ്രാർത്ഥനാ സഹായങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കും. ആ വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ എഴുതി അറിയിക്കാം. വീഡിയോയുടെ താഴെയും കമന്റ് ആയിട്ടിടാം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.